നിന്നിലേക്കുള്ള ദൂരം നോവലയിലെ ഒരു പൈങ്കിളി കഥയിലെ 6-ാം അധ്യായം തുടങ്ങാം. രചന അനീഷ് പത്തിൽ. ഭക്ഷണം കഴിച്ച് ഒന്ന് കിടന്നതാ. അല്പം മയങ്ങിപ്പോയി. അവൾ വിളിച്ചുണർത്തുകയായിരുന്നു. എഴുന്നേൽക്ക്, നമുക്ക് പുഴ കാണാൻ പോവാം. പുഴയല്ലടി, 6. നേരം പോണു, വാ. അവൾ റെഡിയായി കഴിഞ്ഞു. എന്തൊരു ഉത്സാഹമാണ് ഈ പെണ്ണിന്. ഞാൻ ആലോചിച്ചു. ഒരു തോർത്തെടുത്ത് തോളിലിട്ട് ഞാനും ഇറങ്ങി. ഗേറ്റ് ചാരി പുറത്തേക്ക് നടന്നു. അവൾ തിടുക്കപ്പെട്ട് മുന്നേ നടന്നു. നില്ലടി, ഞാനും വരട്ടെ. ഞാൻ ഓടി ഒപ്പമെത്തി. റോഡിൽ നിന്നും റബ്ബർ തോട്ടത്തിനിടയിലൂടെ ഒരു ചെമ്മൺ പാത വളഞ്ഞു പൊളഞ്ഞു നീങ്ങുന്നു. ഉള്ളിലേക്ക് ഇരുട്ടു മൂടിക്കിടക്കുന്നു. അവൾ പ്രസരിപ്പോടെ നടന്നു. സൂക്ഷിക്കണം, കരിയിലകൾക്കിടയിൽ പാമ്പ് കാണും. ആര് കേൾക്കാൻ? ചുറ്റും നിഴൽ മൂടിക്കിടക്കുന്നു. ചിനച്ചുകൊണ്ട് തെന്നിമറയുന്ന അണ്ണാറക്കണ്ണന്മാർ. ഒരു പേടിയുമില്ലാതെ അവളും മലയിറങ്ങിയാണ്. എന്നോടൊന്നും സംസാരിക്കുന്നു പോലുമില്ല. വെള്ളമൊഴുകുന്ന ശബ്ദം അടുത്തു വരുന്നു. കുറച്ചു മാറി പ്രകാശം കാണാം. നടന്ന് അടുത്തെത്തി. ഇനി താഴേക്ക് കീഴ്ക്കാൻ തൂക്കായ ഇറക്കമാണ്. കൂട്ടം കൂടി നിൽക്കുന്ന വൃക്ഷങ്ങൾ, വലിയ മുളങ്കൂട്ടങ്ങൾ. അവയ്ക്കിടയിലൂടെ പാമ്പിഴഞ്ഞു പോകുന്നതുപോലെ താഴേക്കൊരു വഴി. അവിടെ നിന്ന് പാറക്കെട്ടുകളിൽ ചിന്നിച്ചിതറി ചിരിച്ചുകൊണ്ടൊഴുകുന്ന കാട്ടാർ. കണ്ണീരുപോലെ വെള്ളം. അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഇറങ്ങുന്നില്ലേ? വേണോ? വേണം. നീ ഇതെന്ത് ഭാവിച്ച? എടാ, ഈ സ്വാതന്ത്ര്യം, ഈ അനുഭവം എനിക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഞാനൊന്ന് മൂളി. അവൾ താഴേക്കിറങ്ങി. ഇടയ്ക്ക് അവളെ കൈനീട്ടി. യാന്ത്രികമായി അവളുടെ കൈ പിടിച്ച് ഞാനും. ആറിനരികെ അവൾ ചിതറിത്തിളങ്ങുന്ന കൽച്ചീലകളിൽ ചവിട്ടി വെള്ളത്തിലിറങ്ങി നിന്നു. വെള്ളം കൈക്കുമ്പിളിലെടുത്ത് പാറിക്കളിച്ചു. മുഖം കഴുകി. അവൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. വഴുക്കലുണ്ടാകും, സൂക്ഷിക്കണം. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണേ, പൊത്തുകളുണ്ടാവും. നീയും കൂടെ വാ. ഞാനില്ല. ഡാം നിറഞ്ഞു നിൽക്കുക. എപ്പോഴാ തുറക്കുന്നതെന്നറിയില്ല. തുറന്നാ തീർന്നു. എന്നാ വാടാ, നമുക്ക് ഒരുമിച്ച് മരിക്കാം. അവൾ ചിരിച്ചു. വേണ്ട, ഞാനില്ല. നീ വേഗം കേറ്. ഇപ്പൊ വരാം. അവൾ നടന്ന് പരന്നു കിടക്കുന്ന ഒരു പാറയിലെത്തി. എന്നെ കൈവീശി കാണിച്ചു. അതിനോട് ചേർന്ന് ചെറിയൊരു കുളം പോലെ നിറഞ്ഞു കിടക്കുന്ന വെള്ളത്തിലേക്ക് നിരങ്ങിയിറങ്ങി. കഴുത്തൊപ്പം വെള്ളത്തിൽ കൈ വിരിച്ചു കിടന്നു. കൗതുകത്തിലേക്ക് കണ്ണു നട്ട് ഞാനും ഇരുന്നു. അവൾ സ്വയം മറന്ന് ആനന്ദിക്കുന്നു. നേരം പോകുന്നത് അറിയുന്നേയില്ല. വാ, കേറിക്കേ. നല്ലൊരു മഴ വരുന്നുണ്ട്. വരട്ടെ, നമുക്ക് ഒരുമിച്ച് നനയാം. വെള്ളം പെട്ടെന്ന് കൂടും. നീ കേറ്. അവൾ മനസ്സില്ലാ മനസ്സോടെ കേറി വന്നു. ആകെ നനഞ്ഞ് ഒട്ടിയിരിക്കുന്നു. എന്റെ മുഖത്ത് കള്ളച്ചിരി. നിനക്ക് നാണം തോന്നുന്നില്ല ഇങ്ങനെ നിൽക്കാൻ? ഞാൻ അവൾക്ക് നേരെ തോർത്ത് നീട്ടി. ഓ, എന്തിന്? നീയല്ലേ ഉള്ളൂ കാണാൻ. നീ പറയാറില്ലേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെക്കുറിച്ച്? ഇതൊക്കെ അതിലുള്ളതാ. ഞാൻ അവളുടെ തോളത്ത് പിടിച്ച് തിരികെ നടന്നു. അവൾ മുടി തോർത്തിക്കൊണ്ടിരുന്നു. വേഗം തിരിച്ചു പോകാം, മഴ വരുന്നു. കാറ്റടിച്ചു തുടങ്ങിയിരുന്നു. പതുക്കെ പോയാ മതി, മഴ പെയ്യട്ടെ. ഒരാളോടൊപ്പം പെരുമഴ നനഞ്ഞ് നടന്നു പോകുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഞാൻ അവളെ കുറച്ചുകൂടി ചേർത്ത് പിടിച്ചു. കയറ്റം കയറി നടന്നു തുടങ്ങി. മല ഇറങ്ങിയ സുഖമൊന്നും തിരികെയുള്ള കയറ്റത്തിനില്ല. അണച്ചുകൊണ്ട് സാവധാനം കയറുവാൻ തുടങ്ങി. വഴിയാകെ ഇരുൾ മൂടിയിരിക്കുന്നു.
മരച്ചില്ലകൾ വലിയ ശബ്ദത്തോടെ ഉലയുന്നു. ആർത്തിരമ്പി മഴയെത്തി. ഞാനും നനഞ്ഞു തുടങ്ങി. കയറ്റം കയറുന്നതിൻ്റെ ആയാസത്തിനൊപ്പം കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളവും അതിൻ്റെ വഴുക്കലിനെയും കൂടി നേരിട്ട് വേണം ഇനി യാത്ര. അവൾ ഒരു കൈയെടുത്ത് എൻ്റെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചു. ഒരു സ്വപ്നത്തിൽ എന്നവണ്ണം ഞങ്ങൾ മഴ നനഞ്ഞുകൊണ്ടേയിരുന്നു. മഴ ചോരാത്തവണ്ണം ഞങ്ങൾ ചേർന്ന് നടന്നു, മൗനം മുറിയാതെ. ഇത്രയും നേരം കേട്ടത് അനീഷ് പത്തലിൻ്റെ നിന്നിലേക്കുള്ള ദൂരം എന്ന നോവലയിലെ ഒരു പൈങ്കിളി കഥയിലെ 6-ാം അധ്യായം. അവതരണം ദീപ. ഈ നോവലയിലെ 7-ാം അധ്യായവുമായി തിരികെ എത്താം. ഏവർക്കും നന്ദി.